വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥൻ എന്നിവരാണ് ഹർജി പരിഗണിക്കുന്നത്. ആ വാർത്തയിലും റഷീദ് തന്നെ വിവരങ്ങൾ നൽകും. ദില്ലിയിൽ നിന്ന് റഷീദ് വീണ്ടും ചേരുന്നുണ്ട്. റഷീദ്, ഇന്ന് ഏതൊക്കെ ഹർജികളാണ്, ആരുടെയൊക്കെ ഹർജികളാണ് പരിഗണിക്കുന്നത്? രാജ്യവ്യാപകമായി തന്നെ ഒരുപാട് ഹർജികൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ പരിഗണനാ വിഷയമായിട്ടുണ്ടല്ലോ. അന്ന, തീർച്ചയായും വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ രാജ്യമെമ്പാടും നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വ്യക്തമാക്കിയത്. എന്തായാലും ഇന്ന് 2 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കും. നിലവിൽ 70 ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. പ്രത്യേകിച്ചും CPIഎമ്മിൻ്റെയും അതോടൊപ്പം കോൺഗ്രസിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും അത്തരത്തിൽ ജമാഅത്ത് ഹിന്ദ് തുടങ്ങി മുസ്ലിം സംഘടനകളുടെയും മുസ്ലിം വ്യക്തി നിയമ ബോർഡിൻ്റെയും എല്ലാം തന്നെ ഹർജികൾ ഇന്ന് പരിഗണിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ 70 ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. അത് ഇന്ന് പരിഗണിക്കുമെന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. എന്തായാലും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, അതോടൊപ്പം മലയാളി കൂടിയായിട്ടുള്ള KV വിശ്വനാഥൻ, ജസ്റ്റിസ് വിശ്വനാഥൻ തുടങ്ങിയ 3-അംഗ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും 2 മണിയോട് കൂടി ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കും. അതേസമയം ഈ നിയമം പിൻവലിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെയും ഹർജി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഹർജിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം കോടതി ഉടൻ എടുത്തേക്കും. എന്നാലും നിലവിൽ ഇപ്പോൾ ഈ ഹർജികളൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ കോടതിയുടെ ഇടപെടൽ ഏറെ നിർണായകമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. പ്രത്യേകിച്ച് ഈ മുർഷിദാബാദിലും അതോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളിലെ വിവിധ മേഖലകളിലും ഇത്തരത്തിൽ വലിയ പ്രതിഷേധവും അക്രമവും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ഹർജികൾ സമർപ്പിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് 2 മണിയോടുകൂടി പരിഗണിക്കും. അത്തരത്തിൽ കോടതിയുടെ ഇടപെടൽ എന്തായിരിക്കും എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഹർജികൾ പരിഗണിക്കുക. എന്തായാലും ഈ ഹർജികളിൽ മേൽ തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാകില്ല എന്നൊരു ആശ്വാസം BJP കേന്ദ്രങ്ങളിലുണ്ട്. അതേസമയം ഈ വഖഫ് ഈ ട്രൈബ്യൂണലുകളിലും അതോടൊപ്പം ഈ വഖഫിൽ കൗൺസിലുകളിലും അഹിന്ദുക്കളെ അല്ലെങ്കിൽ അമുസ്ലിങ്ങളെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഉണ്ട്. ഇതിൽ 13ഓളം ഹർജികൾ അതുമായി ബന്ധപ്പെട്ടതാണ്. അത്തരത്തിൽ ഈ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ സമർപ്പിച്ചിട്ടുള്ള 70ഓളം ഹർജികളായിരിക്കും ഇന്ന് പരിഗണിക്കുക. എന്തായാലും നിലവിൽ കോടതിയുടെ ഇടപെടൽ ഏറെ നിർണായകമായിരിക്കും എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്നത്. ശരി, അബ്ദുൾ റഷീദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. നിരവധി ഹർജികളാണ് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഉള്ളത്. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ, മുസ്ലിം വ്യക്തി നിയമ ബോർഡിൻ്റെ, ജമിയത്തുൽ ഉലമ ഹിന്ദ്, ജമാഅത്തെ ഇസ്ലാമി, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നിങ്ങനെ കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദ് കൊടുത്ത അങ്ങനെ 70-ലധികം ഹർജികൾ ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്ന് ആ വാർത്തയിലുള്ള വിശദമായ വിവരങ്ങൾ നൽകിയത്.